സൃഷ്ടാവാം ദൈവം നിൻ വചനത്താൽ ഉളവായെല്ലാം യഹോവ എല്യോൻ അത്യുന്നതൻ നീ അങ്ങെപ്പോലെ മറ്റാരുമില്ല യഹോവ എലോഹിം സൃഷ്ടാവാം ദൈവം നിൻ വചനത്താൽ ഉളവായെല്ലാം യഹോവ എല്യോൻ അത്യുന്നതൻ നീ അങ്ങെപ്പോലെ മറ്റാരുമില്ല യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് വായ്കളെ തുറന്നിരുന്ന പകൽക്കാലം യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് ഒരുക്കി മതി യേശു മാത്രം മതി എനിക്ക് യഹോവ
യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക് പാലിക്കാൻ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും നിൻ ജീവനിൽ പേർക്കാം തന്നതിനാൽ. നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും, നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും നിൻ ജീവനിൽ പേർക്കാൻ തന്നതിനാൽ. നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു. ആ കൃപകളെ രുചിച്ചറിഞ്ഞവർ ചേർന്ന് രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും
പ്രവർത്തിച്ചവൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ബാക്ക് ടു സ്കൂളിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു കഴിഞ്ഞ ദിവസം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു സഹോദരൻ ദീപു എന്ന് പറഞ്ഞൊരു മകൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സഹോദരൻ ആമേൻ ഹല്ലേലൂയ സാക്ഷ്യം പറയുകയാണ്. ആമേൻ, ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മകൻ എന്ന് പറഞ്ഞാണ്, അല്പം പ്രായമുണ്ട്. ആമേൻ ഹല്ലേലൂയ. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ട് ഞെട്ടിപ്പോയി. ഒരു ഫോട്ടോ കാണിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മിഷൻ വാള് താൻ തടിയുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക, തടിയുടെ പണി ചെയ്തുകൊണ്ടിരിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിഷൻ വാൾ ശരീരത്തിലൂടെ കയറി ഇവിടം മുതൽ ഇവിടം വരെ അങ്ങ് കട്ടായിപ്പോയി. സ്തോത്രം. ആ ഫോട്ടോ ഒരെണ്ണം കാണിച്ചു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. പ്രൈസ് ദി ലോർഡ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഈ നെർവ് ഇവിടുന്ന് വരുന്ന ഏതാണ്ട് 12 നെർവുകൾ, 12 13 14 നെർവുകൾ. ഡോക്ടേഴ്സ് പ്ലീസ് ഹെൽപ് മീ. 14 നെർവുകളുണ്ട്. അതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി മുഴുവൻ കട്ടായി. സ്തോത്രം. ആ ഒറ്റ ഞരമ്പേൽ മാത്രം ഈ ശരീരത്തിൻ്റെ ഭാഗം നിന്നു. ബാക്കി മുഴുവൻ ഒരെണ്ണേ ബാക്കിയുള്ളായിരുന്നു, മുഴുവൻ കട്ടായി. ആ ഫോട്ടോ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുഖം മറച്ചു പോവും. പ്രൈസ് ദി ലോർഡ്. ആ മകനോട് ഡോക്ടേഴ്സ് പറഞ്ഞു ജീവിക്കത്തില്ല. പക്ഷേ ആ മകൻ തിരിച്ചു വന്നു. ഡോക്ടർമാർ പറഞ്ഞു കിടക്കെന്ന് എഴുന്നേക്കത്തില്ല. സ്തോത്രം. 3 മാസം ആയില്ല. ഈ 13-ാം തീയതി 3 മാസമായി. ആമേൻ. അതിനിടയിൽ 3 സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. 3 സാക്ഷ്യം പറഞ്ഞു. ചെറിയ ദൂരം യാത്ര ചെയ്തല്ല വന്നത്. ഞങ്ങൾ പോയത് നല്ലൊരു മലമണ്ടയാണ്. ആമേൻ ഹല്ലേലൂയ. കൂടെ വന്ന കുഞ്ഞുങ്ങൾക്കറിയാം നല്ലൊരു മലമണ്ടയാണ്. അവിടെ അദ്ദേഹം എത്തിയത് തൊടുപുഴയിൽ നിന്ന്. സ്തോത്രം. തൊടുപുഴയിൽ നിന്ന് മീൻസ് 3.5 മണിക്കൂർ യാത്ര ചെയ്ത് ആമേൻ ആ മലയുടെ മണ്ടയിലെത്തി. എന്തിനാണെന്നറിയാമോ? യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ. ഞങ്ങൾ പോയത് 2 മണിക്കൂർ 3 മണിക്കൂറേ ഉള്ളായിരുന്നു. പക്ഷെ അദ്ദേഹം 3 ദിവസമായി ആ ദേശത്തുള്ള വീടുകളെല്ലാം കയറി അദ്ദേഹം യേശുവിനെ സാക്ഷ്യപ്പെടുത്തുക. 3 ദിവസം അവിടെ നിന്ന് മൈക്കിലൂടെ അദ്ദേഹം യേശുവിനെ സാക്ഷ്യപ്പെടുത്തുക. സത്യത്തിൽ അത് കണ്ടപ്പോൾ അവൻ ഭയങ്കര ആശ്ചര്യം തോന്നി. കാരണം ഏത് കുഴിക്കകത്തു നിന്നും ഏത് ഗർത്തത്തിനകത്തു നിന്നും വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ എത്ര പേർ ചേർന്ന് പറയും ആ ദൈവമാണ് എൻ്റെ ദൈവം, ആ കർത്താവാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മെ വിടുവിച്ച ദൈവത്തെ ആരാധിക്കാൻ മടിയില്ലാത്ത ദൈവജനോ ലജ്ജ കൂടാതെ ചേർന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടു കൂടെ ഈ പകൽ നമുക്ക് പാടി ആരാധിക്കാം. അവൻ നല്ല ദൈവം. യേശു മാറാത്തവൻ
നൽകുമെൻ ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൌഷധവുമെൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. ശക്തീകരിച്ച സന്നിധിയിൽ നിരുത്തിയിടമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. അത്ഭുതം ഇവൻ കൃപയൊക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. അത്ഭുതം ഇവൻ കൃപയൊക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. ഓ തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, പ്രത്യേകമാശ്ചര്യമേ. ആമേൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, പ്രത്യേകമാശ്ചര്യമേ. എല്ലിംഗനങ്ങളും എണ്ണാകത്യങ്ങളുമെല്ലാം അകറ്റിയതിന്റെ സ്നേഹത്താൽ. എല്ലിംഗനങ്ങളും എണ്ണാകത്യങ്ങളുമെല്ലാം അകറ്റിയതിന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളുമെന്നാം പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളുമെന്നാം പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ആമേൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നും എന്നും സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വൈകം കവിച്ചിടുക, വാനിൽ പറന്നുപോകാൻ. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വൈകം കവിച്ചിടുക, വാനിൽ പറന്നുപോകാൻ. ശാലിബ്യാനം വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലിബ്യാനം വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം കവിച്ചിടുക, വാനിൽ പറന്നുപോകാം. ആമേൻ. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം
പാടുവാൻ സാക്ഷി ചൊല്ലുവാൻ ദൂതറിയിപ്പാൻ സഭയുണരുവാൻ ജീവനുള്ള പാട്ട് പാടുവാൻ സാക്ഷി ചൊല്ലുവാൻ ദൂതറിയിപ്പാൻ സഭയുണരുവാൻ അവൻ ശാലരാജം വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു ശാലരാജം വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു സോദരാ നീ ഒരുങ്ങിടുക ലോകം വെറുത്തിടുക വേഗം ഗമിച്ചിടുക വാരി പറന്നു പോകാം സോദരാ നീ ഒരുങ്ങിടുക വാരി പറന്നു പോകാം ക്രിസ്തുവീരർ ഉണർന്നു ശോഭിക്കാൻ ശക്തിയായൊരു മേൽ ക്രിസ്തുവീരർ ഉണർന്നു ശോഭിക്കാൻ ശക്തിയായൊരു മേലതൈവാൻ കർഷിതം ഇടിച്ചു കളകാൻ സ്നേഹത്താലും നിൽക്കാം വിശ്വാസം കൂടട്ടെ വീണ്ടും ധൈര്യം നൽകട്ടെ അവൻ കർഷിതം ഇടിച്ചു കളകാൻ സ്നേഹത്താലും നിൽക്കാം വിശ്വാസം കൂടട്ടെ വീണ്ടും ധൈര്യം നൽകട്ടെ ശാലരാജം വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു അവൻ ശാലരാജം വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു സോദരാ നീ ഒരുങ്ങിടുക ലോകം വെറുത്തിടുക വേഗം ഗമിച്ചിടുക വാരി പറന്നു പോകാം സോദരാ നീ ഒരുങ്ങിടുക അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു ഭൂതങ്ങൾ അലറിയോടുന്നു പുതുഭാഷ കേൾക്കുന്നു കുഷ്ഠരോഗം മാറുന്നു ചേന ഒന്നു ചേരുന്നു ഭൂതങ്ങൾ അലറിയോടുന്നു പുതുഭാഷ കേൾക്കുന്നു കുഷ്ഠരോഗം മാറുന്നു ചേന ഒന്നു ചേരുന്നു ശാലരാജം വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു അവൻ ശാലരാജം വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു സോദരാ നീ ഒരുങ്ങിടുക ലോകം വെറുത്തിടുക വേഗം ഗമിച്ചിടുക സോദരാ നീ ഒരുങ്ങിടുക ലോകം വെറുത്തിടുക വാരി പറന്നു പോകാം ആമേൻ
യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ദൈവത്തിന്റെ വലിയ മഹത്വം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ മഹത്വം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ മഹത്വം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ മഹത്വം. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, ജയമുള്ള നാമം, ജയമുള്ള നാമം, ജയമുള്ള നാമം. എത്ര പേർ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്? കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്കായി നിന്ന് നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷിയാൽ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, കുടുംബം, പ്രിയ കോശി പാസ്റ്റങ്ങൾ, മറ്റെല്ലാവർക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളെല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് മുമ്പ് വരെ ഒരു ഗസ്റ്റായിട്ട് വന്ന് ശുശ്രൂഷിച്ച് പോകുന്നൊരു അനുഭവമായിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഒരുമിച്ച് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും സഭയോടും ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല ഭാഗ്യ പദവികൾക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇങ്ങനൊരു അവസരം ഞാൻ പ്രതീക്ഷിച്ചല്ല. കർത്താവിൻ്റെ ദാസൻ പെട്ടെന്നാണ് എന്നോട് ഇങ്ങനെ നിർദ്ദേശിക്കുവാനിടയായി തീർന്നത്. ഇന്ന് പകലിൽ ശക്തമായ ആരാധനയുടെയും ദൈവിക സാക്ഷ്യങ്ങളുടെയൊക്കെ മുമ്പിലാണല്ലോ നമ്മളായിരിക്കുന്നത്. പ്രാരംഭത്തെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഉള്ള സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ പുറകോട്ട് പോകുവാനിടയായി തീർന്നു. ചില സമയത്തൊക്കെ ദൈവം നമ്മളെ പണിയുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞാനും ഇതുപോലെ പാരമ്പര്യമായ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിനകത്ത് തന്നെ ജനിച്ചു വളർന്നതുകൊണ്ട് പ്രത്യേകമായ സാക്ഷ്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. ഹല്ലേലൂയ. പക്ഷേ എൻ്റെയും കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്താണ് യഥാർത്ഥത്തിൽ യേശു ആരെന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്ന് ജീവിതത്തിൽ രുചിച്ചറിയുവാൻ കഴിഞ്ഞത്. രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം തന്നിവിടെയുണ്ട്. ജോയന്ന, അവളെ ജനിക്കുന്നത് പ്രഗ്നൻസിയുടെ 7-ാം മാസത്തിന് വളരെ സിവിയറായുള്ള ഒരു സമയമായിരുന്നു. ആ സമയത്ത് അമ്മയും മോളെ ഒരേപോലെ നഷ്ടപ്പെടുന്നതായൊരു സാഹചര്യത്തിലാണ് കുഞ്ഞിനെ ദൈവം തരുവാനിടയായി തീർന്നത്. ജനിച്ചപ്പോഴേ അവർ ആണാണോ പെണ്ണാണോ എന്ന് പോലും പറയാതെ നേരെ NICയിലോട്ട് കൊണ്ടുവെക്കുന്ന അനുഭവമായിരുന്നു. അതിനുശേഷം ഈവൻ കുഞ്ഞ് ആദ്യത്തെ ഇങ്ങനൊരു പ്രയാസത്തിൽ വന്നതുകൊണ്ട് രണ്ടാമത്തേത് ഒത്തിരി ശ്രദ്ധിച്ച 2 ആഴ്ച കൂടുമ്പോൾ ചെക്കപ്പ് നടത്തി നല്ല തുകയുടെ ടെസ്റ്റുകളാണ് എഴുതി തരുന്നത്. അതെല്ലാം നടത്തി വന്നു. പക്ഷേ 8-ാം മാസമായപ്പോഴത്തേന് ഇവൻ്റെ തലയിലെയും ബ്ലഡ് ഓട്ടം നിലച്ചു. അങ്ങനെ ഉള്ള അനുഭവത്തിലാണ്. അന്നേരത്തേന് ഡോക്ടർ വൈഫിനോട് പറയുന്നത്, ജനിച്ചാൽ ഒന്നെങ്കിൽ അവൻ മരിച്ചു പോവും, കിട്ടത്തില്ല, ഇനി ജനിച്ചാൽ തന്നെ അവനൊരു മന്ദബുദ്ധിയായിരിക്കും. അങ്ങനെ ഉള്ളൊരു ടോക്കാണ് ഡോക്ടർ പറയുവാനിടയെത്തുന്നത്. പക്ഷേ അല്ലെങ്കിൽ അത്ഭുതകരമായ കുഞ്ഞിനെ ദൈവം നൽകുവാനിടയെത്തുന്നത്. രണ്ടുപേരും ആരോഗ്യത്തോടെ ബലത്തോടെ ഇവിടെ ആയിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകും, ചിലതൊക്കെ പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം ആരെന്നറിയിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തിലൊന്ന് നമ്മെ ഉറപ്പിക്കുവാൻ. അല്ലെങ്കിൽ ഞാൻ ആ പഴയ ആ സമയത്തിലേക്ക് വീണ്ടും ഒന്ന് പോകുവാനിടയായി ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വേഗത്തിലൊരു വചനഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. കർത്താവിൻ്റെ ദാസന് ഞാൻ സമയം കൈമാറുകയാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുക. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. ഒറ്റ വാക്ക് അതിനകത്തുനിന്ന് എടുക്കുകയാണ് ലാസ്റ്റ്. ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അല്ല, ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ഒക്കെ വരും. അപ്പോൾ തന്നെ സന്തോഷമായ അവസ്ഥകളുണ്ടാകും. ദാവീദ് പാടുവാൻ ഇടയായി തീർന്നതുപോലെ, ഞാൻ യഹോവയെ
എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇച്ചിരി പ്രയാസകരമാണ് പ്രസംഗിക്കുന്നത്, എനിക്കും പ്രസംഗിച്ചു വിടാനൊക്കെ എളുപ്പം. പക്ഷേ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കകത്തേക്ക് വരുമ്പോഴത്തേന് പലപ്പോഴും കൈപ്പാർന്ന അനുഭവങ്ങളിൽ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലൂടെ പറയട്ടെ, എല്ലായ്പ്പോഴും കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം, എല്ലായ്പ്പോഴും കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പ്രിയ കെസിയ ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമേറിയ നിലകളിൽ ക്ലാസ്സുകൾ എടുക്കുവാനിടയായി തീർന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് ഹലാൽ പലാൽ, തുടർന്ന് അവർ അതേക്കുറിച്ചൊക്കെ സംസാരിക്കുമല്ലോ. ഹാലയിൽ ദൈവത്തെ ആരാധിക്കേണ്ട പ്രാധാന്യം, പ്രാർത്ഥനയുടെ പ്രാധാന്യം, പ്രാർത്ഥന എന്താണ്, പ്രാർത്ഥന എപ്പോഴും ഒത്തിരി വ്യക്തമായിട്ട് കുഞ്ഞുങ്ങൾ, അത് എനിക്ക് തോന്നുന്നു മുതിർന്നവർക്ക് കൂടെ കൊടുക്കേണ്ട ക്ലാസ്സുകളാണ് 2 ദിവസത്തെ ക്ലാസ്സുകൾ. അത്രത്തോളം അനുഗ്രഹപ്രദമായ നിലകളിൽ ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുവാനിടയായി തീർന്നു. എപ്പോഴും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരായി തീരണം. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 5-ന്റെ 16, 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുവിൻ. ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? ഇടവിടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും നമുക്കറിയാം, ചെങ്കടലിൻ്റെ തീരത്ത് ജനം വന്നു. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്തു? അത്ഭുതകരമായ വഴി തുറന്നു, വാതിൽ തുറന്നു. അവർക്ക് ചെങ്കടൽ തുറന്ന് അവർ മറുകര എത്തിയപ്പോഴത്തേന് എന്ത് ചെയ്യും? തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിക്കുക, അല്ലേ? മിര്യാമിൻ്റെ നേതൃത്വത്തിൽ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിച്ച ജനം. ആ 15-ാം അധ്യായത്തിൽ തന്നെ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് കടന്നു വരുമ്പോഴത്തേന് അവരിപ്പോൾ എന്ത് ചെയ്തു? 3 ദിവസം വെള്ളം കിട്ടാതെ, ആഹാരമൊന്നുമില്ലാതെ ഇപ്പോൾ എവിടെയാ? ഒരു മരുഭൂമിക്കകത്ത് ഉഴന്ന് നടക്കുക. മരുഭൂമിക്കകത്തോട് ഉഴന്ന് നടക്കുമ്പോൾ ഇതാ ഒരു ജലാശയം അവർ കാണുകയാണ്. അവിടെ ചെന്ന് വെള്ളം കുടിക്കാമെന്നോർത്ത് വെള്ളം കുടിച്ചപ്പോൾ എന്ത് ചെയ്യും? കുടിച്ചിറക്കാൻ പറ്റുമോ? ഇല്ല. കയ്പാർന്നപ്പോൾ എന്താ? കയ്പ് കുടിച്ചപ്പോഴത്തേന് അവരെന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചോ? സ്തോത്രം പാടിയോ? അവർ പിറുപിറുക്കുന്ന അനുഭവം ഉണ്ടായി. ഇതല്ലേ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം തരുന്ന ഉപകാരങ്ങൾ പലപ്പോഴും അറിയപ്പെടാതെയും മറന്നു പോകുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ചെങ്കടൽ തുറന്നപ്പോൾ ഉണ്ടായ പാട്ട് എവിടെ പോയി? ചെങ്കടലിനകത്തൂടെ കടന്ന് പുറത്തു വന്നപ്പോൾ മിസ്രൈമ്യ ശക്തികൾ ഒന്നടങ്കം കീഴടങ്ങുന്നത് കണ്ടപ്പോൾ, തകരുന്നത് കണ്ടപ്പോൾ, ജയം പ്രാപിച്ചപ്പോൾ ഉണ്ടായ സന്തോഷവും ആരാധനയും പാട്ടും ഒക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ട ഒരു അനുഭവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ഈ മോശ എന്ന് പറയുന്ന ദൈവഭക്തന്റെ മുഖം എവിടെയായിരുന്നു? ദൈവത്തിൻ്റെ മുഖത്തേക്കായിരുന്നു. മുഖത്തേക്ക് നോക്കിയവന് കയ്പ് മാറാനുള്ള, അല്ലെങ്കിൽ മാറാനുള്ള പ്രതിവിധി കർത്താവ് കാണിച്ചു കൊടുക്കാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, കൈപ്പേറിയ അനുഭവങ്ങളുടെ നടുവിൽ പിറുപിറുക്കാതെ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ചില ദൈവ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇന്ന് പകൽ വിശ്വസിക്കുക, ചില മാറയുടെ അനുഭവങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. മാറയെ മധുരമാക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് ചില ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. എല്ലാ പിറുപിറുപ്പും മാറട്ടെ, എല്ലാ വാദങ്ങളും മാറട്ടെ. ഇത് പകൽക്കാലം എല്ലാം നിരാശകളുടെ വാക്കുകളും മാറട്ടെ. ചൂടാല ഹതരഗസിയാരഗ ശമനഗടഗസിയാര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഒരുവൻ വന്ന് യോബിനോട് പറയുക, വലിയൊരു കാറ്റടിച്ചോ, നിന്റെ മക്കൾ മീതെ എന്ത് ചെയ്തു? കൂടാരം വീണ, മക്കളെല്ലാം മരിച്ചുപോയി. ഈ വാക്ക് കേട്ടപ്പോൾ ഭക്തൻ പറഞ്ഞത് എന്താ? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം എന്ത് ചെയ്യട്ടെ? വാഴ്ത്തപ്പെടട്ടെ. ഇതാണ് ദൈവ പൈതൽ. ഇന്ന് പകൽക്കാലം അങ്ങനെ പറയാൻ പറ്റുമോ? ചില നഷ്ടങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, ചില കഷ്ടങ്ങളുടെ നടുവിൽ, ചില വേദനകളുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അല്ലെങ്കിൽ ഇരട്ടി മടങ്ങായി എണ്ണിക്കൂടാതെ വണ്ണം വീണ്ടും അനുഗ്രഹിക്കുവാൻ കർത്താവ് ശക്തനാണെന്ന്. ഹല്ലേലൂയ. കൊണ്ടുപോയതൊക്കെ ഹല്ലേലൂയ വീണ്ടും മടക്കി തരാൻ കർത്താവ് ശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം ഉറക്കി ദൈവമേ.
ചൂടാര ശാല വൈഡാബ രഹസ്യാര ഇന്ന് പകൽ ചില പിറുപിറുപ്പിന്റെ അനുഭവങ്ങൾ മാറട്ടെ, ചില നിരാശയുടെ അനുഭവങ്ങൾ മാറട്ടെ, ചില വേവലാതികൾ മാറട്ടെ. ഓ ആദി മാറട്ടെ. ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ടൈമിലും എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഭക്തരായ അല്ലെങ്കിൽ പ്രവാചകനായ ഹബക്കുക്കിൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ? ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യം കൊണ്ട് വായിച്ച് ഞാൻ നിർത്തുകയാണ്. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഹബക്കുക്കിന്റെ പ്രവാചക പുസ്തകം അതിന്റെ 3-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. അതിവൃക്ഷം എന്ത് ചെയ്യത്തില്ല? തളിർക്കുകയില്ല. അവിടെ മുഴുവൻ ഇല്ല 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 എന്നുള്ള വാക്കുകൾ നമുക്ക് കാണാൻ. അതിവൃക്ഷം എന്ത് ചെയ്യത്തില്ല? തളിർക്കുകയില്ല. മുന്തിരി വള്ളി എന്ത് ചെയ്യത്തില്ല? അനുഭവം ഉണ്ടാകുകയില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം എന്ത് ചെയ്യും? നിഷ്ഫലമാകും. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്നും നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. ഇത് പറഞ്ഞിട്ട് ഇത്ര നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് താൻ പറയാ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ എന്ത് ചെയ്യും? ഘോഷിച്ചാനന്ദിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്തവനോട് അടുത്ത താൻ തന്നെ തന്നോട് പ്രവചിക്കുക. ദൈവത്തെ ഇല്ലായ്മയുടെ നടുവിൽ ദൈവത്തെ സ്തുതിച്ചവൻ താൻ പിന്നെ കാണുന്നത് ഇങ്ങനെയാണ്: യഹോവയായ കർത്താവ് എൻ്റെ ബലമാണെന്ന്. ഇന്ന് പകൽക്കാലം സ്തുതിക്കുന്നവന്റെ ആരാധിക്കുന്നവന്റെ ബലം കർത്താവ്. എന്തില്ലെന്നുള്ളതല്ല, എന്താ സ്ഥിതി എന്നുള്ളതല്ല, എന്താ സാഹചര്യം എന്നുള്ളതല്ല, അവന്റെ ബലമായി ഹല്ലേലൂയ കർത്താവ് അവന് വേണ്ടി ഇറങ്ങുകയാ. ഹല്ലേലൂയ. പിന്നെ പറയാ അവൻ എൻ്റെ കാലം ചെയ്തു പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. ചെങ്കുത്തായ പാറയുടെ മീതേക്ക് കേറി പോകത്തക്ക നിലകളിൽ ഒരു മാനിന്റെ കാൽപാദത്തെ ദൈവം ഉറപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര വലിയ പ്രശ്നങ്ങളുടെ മീതെ ഓടുവാനുള്ള ദൈവകൃപ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിന്റെ മേൽ പകരുകയാണ്. ഓ ഇന്ന് പകൽ ചില പ്രശ്നങ്ങളുടെ മീതെ ഓടാൻ ചൂടാര ശാലാധാര ചില കുന്നുകളുടെ മീതെ ഓ ഹല്ലേലൂയ യഹോവയെ കാത്തിരിക്കുന്നവർ അവർ എന്ത് ശക്തിയെ പുതുക്കുക. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുവാനിടയായി തീരാ. ഹല്ലേലൂയ. ചില മലകളുടെ മീതെ പറക്കാൻ, ചില പ്രശ്നങ്ങളുടെ മീതെ പറക്കാൻ, ചിലതിനെ കീഴ്പ്പെടുത്തി ചിലതിനെ താഴ്വാരങ്ങളിൽ ആക്കിക്കൊണ്ട് അതിന്റെ മീതെ ജയമെടുക്കുവാനുള്ളൊരു ദൈവകൃപ. ഹല്ലേലൂയ. നമുക്ക് മീതെ പ്രശ്നം നിൽക്കുകയല്ല, പ്രശ്നം നമ്മുടെ കാൽച്ചുവട്ടിലാകാൻ പോവുക. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ദൈവം ബലമായിരിക്കുന്നവൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ആരാധനയിൽ മുന്നോട്ട് നീങ്ങുന്നവൻ, പ്രാർത്ഥനയിൽ മുന്നോട്ട് നീങ്ങുന്നവൻ ഒരു സമയത്തും ദൈവത്തിന്റെ മുന്നിൽ ഹല്ലേലൂയ പിറുപിറുപ്പില്ലാതെ കർത്താവിനെ അർപ്പിട്ട് സ്തുതിക്കുന്ന ദൈവ പൈതൽ അത്ഭുതത്തെ കാണുവാൻ ഇടയായി തീരും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് അറിഞ്ഞോ അറിയപ്പെടാതെയോ എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പിറുപിറുപ്പ് വന്നു പോയെങ്കിൽ കർത്താവ് അങ്ങ് ക്ഷമിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കയ്പ് ഇന്ന് പകൽക്കാലം അങ്ങ് മാറ്റുക. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുടെ കീഴെ നിൽക്കാനല്ല, അല്ലെങ്കിൽ അത് കണ്ട് ഭാരപ്പെടാനല്ല. ഹാലലി സെരുബാബേലേ നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമാര അത് സമഭൂമിയായി തീരുക. ഇന്ന് പകൽക്കാലം ചില പ്രശ്നങ്ങൾ വഴിമാറട്ടെ, ചില പ്രതിസന്ധികൾ വഴിമാറട്ടെ, അല്ലെങ്കിൽ ചില രോഗശക്തികൾ അഴിഞ്ഞു മാറട്ടെ, ചില പൈശാചിക പോരുകൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ചില ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പൊട്ടി മാറട്ടെ. ചൂടാല ഹതരഗദിരിയാല ഗഡഗസിയാര. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്ത് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ച് എനിക്ക് വേണ്ടി സമയം വേർതിരിച്ച അഭിഷേകത്തിന് നന്ദി പറയുന്നു. എല്ലാവരും കർത്താവ് മാനിക്കും. ആമേൻ. പിതാവേ, അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അപ്പയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഈ പകലിൽ ഞങ്ങളോട് കരുണ തോന്നുന്നതേക്കായിട്ട് സ്തോത്രം. ഇന്ന് പകലിൽ ഞങ്ങളോട് മനസ്സലിയുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഈ ആലയം അങ്ങയുടേതാണ്, ഞങ്ങൾ അങ്ങയുടേതാണ്. ഞങ്ങൾ കേട്ട വചനം ഏത് പ്രതിസന്ധിയിലും ഞങ്ങളോട് തന്നെ പ്രവചിക്കുന്നവരായി മാറാൻ കർത്താവ് അങ്ങനെ ഒരു അഭിഷേകം ഇന്നു മകൾ കൈമാറുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ മേൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മ നിയോഗത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു.
യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ സഭയാം കുടുംബത്തിന് കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ ജയത്തോടെ ജയോത്സവമായി നടത്തുന്ന കർത്താവപ്പച്ചൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായിട്ടും നന്ദി പറയുകയാണ്. ആമേൻ. കർത്താവ് നമ്മെ ഓരോ നിമിഷങ്ങളിലും പരിപാലിക്കുന്നു. ചേർന്നൊരാമേൻ പറഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 3, പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 21, 22, 23, 24 വാക്യങ്ങൾ. ദൈവം ലോക ആരംഭം മുതൽ പ്രവാചകന്മാർ മുഖാന്തരം, അതൊന്ന് നോട്ട് ചെയ്യണേ, തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം. പ്രവാചകന്മാർ മുഖാന്തരം. എല്ലാവരും പറഞ്ഞേ, പ്രവാചകന്മാർ മുഖാന്തരം. പ്രവാചകന്മാർ മുഖാന്തരം. അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം. ഇങ്ങനൊരു സീസൺ വരാൻ പോവാ. ഇങ്ങനൊരു സീസൺ വരാൻ പോവാ. തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും. ഹബക്കൂക്ക് പ്രവചനത്തിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു നിർത്തി, ഇല്ല ഇല്ല ഇല്ല, ഉണ്ടാകുകയില്ല, നന്നാകുകയില്ല, ഫലമുണ്ടാകത്തില്ല എന്നുള്ള പ്രസന്റ് സാഹചര്യത്തിൽ ഒരുവൻ തന്നോട് തന്നെ പ്രവചിക്കുകയാണ്. എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ എന്ത് ചെയ്യും? ആനന്ദിക്കും. കാരണം ഉലകം മുഴുവൻ ഇല്ല എന്ന് പറയുമ്പോൾ, സാഹചര്യം മുഴുവൻ ഇല്ലെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം പറയാ, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെ ആമേൻ യഥാസ്ഥാനത്താകുക. ആ വാക്ക് നിങ്ങളൊന്ന് ആത്മാവിൽ കുറിച്ചതാണ്. ആമേൻ. മിസ്പ്ലേസ് ആയിരിക്കുന്നതിനെ കറക്റ്റ് പ്ലേസിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. എവിടൊക്കെയോ നിന്റെ ഭൗതിക നന്മ, എവിടൊക്കെയോ നിന്റെ ആത്മീക നന്മ, എവിടൊക്കെയോ നിന്റെ തലമുറ, എവിടൊക്കെയോ നിന്റെ ജീവിത മേഖലകൾ മിസ്പ്ലേസ് ആയിരിക്കുക. ഈ മിസ്പ്ലേസ് ആയാലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ റൈറ്റ് യൂസ് നടക്കത്തില്ല. ഹല്ലേലൂയ. റൈറ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം അതെന്ത് ചെയ്തിരിക്കുക? അവൻ മറയപ്പെട്ടിരിക്കുക, മാറിയിരിക്കുക, മിസ്പ്ലേസ് ആയിരിക്കുക, സ്ഥലം മാറിയിരിക്കുക. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഞാൻ രാവിലെ ഈ വചനം അല്പസമയം ധ്യാനിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞത്, പലരുടെയും നന്മകൾ വീട്ടിലിരിക്കേണ്ടത് വേറെ എവിടെയോ ഇരിക്കുകയാണ്. വേറെ എവിടെയൊക്കെയോ ഇരിക്കുന്ന നന്മകൾ അത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. പോരല്ലോ, പോരാ. അത് ചിലത് യഥാസ്ഥാനത്താകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു, ഇന്നലകളിൽ എന്നോട്, എന്നെ കുറിച്ച്, എൻ്റെ തലമുറയെ കുറിച്ച് ദൈവദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച പ്രവചനങ്ങൾ ഇനി ഒരു കെട്ടുകഥ പോലെ നിൽക്കുകയില്ല, പഴങ്കഥ പോലെ നിൽക്കുക. ഉടമന റമാനാദല. യെസ്, ഹല്ലേലൂയ. റീഗൽ കടകമനാദി ശബ്ദരാധന. ഞാനത് പറയുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ അത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഒരു കൊച്ചനുഭവം അത് പറഞ്ഞാൽ എത്രത്തോളം അതാവുന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിനെ ഒന്ന് തൊട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. ആമേൻ. ഒരു നേരം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, ആമേൻ ഹല്ലേലൂയ, അന്നുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കാൻ സാധ്യതയില്ലാതെ പേഴ്സ് കാലിയായിരിക്കുമ്പോൾ സ്വർഗം പറയുക, നീ അനേകർക്ക് അമ്മയായിരിക്കും, നീ അനേകരെ നീ പോറ്റി പുലർത്തും, നിന്റെ കരം അനേകർക്ക് ഒരു അനുഗ്രഹമാകും. സത്യം പറഞ്ഞ ഇത് ചിന്തിക്കാൻ പറ്റാത്ത നിലകളിൽ നിൽക്കുന്നു. പക്ഷെ അന്ന് പ്രവാചകന്മാർ മുഖാന്തരം പ്രവചിച്ച ഒരു സീസൺ വെളിപ്പെട്ടു വന്നതുപോലെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അടുത്ത ചിലതിന് ഇതിനകത്തു നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. അർത്ഥമയച്ച ശൂന്യതയുടെ സീസണ് സ്വർഗം ചവിട്ടി പൊട്ടിക്കാൻ പോകുകയാ. ദാരിദ്ര്യത്തിന്റെ സീസണ് പരിശുദ്ധാത്മാവ് ഉലച്ചുടച്ചു കളയാൻ പോകുകയാ.
മനുഷ്യന്റെ ആശ്രയത്തിന്റെ അകത്ത് ഒതുങ്ങി നിൽക്കാൻ ആമൻ വിധി പറയപ്പെട്ട നിന്റെ ജീവനെ സ്വർഗം കരം പിടിച്ചു നടത്താൻ പോകയാ. അങ്ങനെ എനിക്ക് അവിടുത്തെ ഒരു പദം ഇഷ്ടമാ. ആമൻ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത്. ആമൻ ഞാൻ ചോദിച്ചു, അപ്പൊ എന്താ ഇങ്ങനൊരു പദം തന്റെ പ്രവാചകന്മാർ മുഖാന്തരം എന്നെഴുതിയ പോരെ? പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പ്രവാചകന്മാർ ഒത്തിരിയുണ്ട്, തന്റെ പ്രവാചകന്മാരും ഒത്തിരിയുണ്ട്. പക്ഷെ സ്വർഗം ഇന്നു പകൽ വിളിച്ചു പറയുന്നു, അതിനേക്കാൾ ചിലത് സംഭവിക്കാൻ പോകുന്നത് തന്റെ വിശുദ്ധ പ്രവാചകന്മാരുടെ. കാരണം അവരുടെ അകത്ത് ദൈവികമല്ലാത്തതൊന്നും വെളിയിൽ വരില്ല. അങ്ങനെ പറഞ്ഞ ചില പ്രവചന ശബ്ദങ്ങൾ ഈ ദിവസങ്ങളിൽ യഥാസ്ഥാനപ്പെടുന്നു. ആത്മാവിൽ എവിടൊക്കെയോ മിസ്പ്ലേസ് ആയിരിക്കുന്ന, രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന, കുടുംബങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന, ആമേൻ പട്ടണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന, സ്ഥാപനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന, അതിരുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ചില ദൈവിക നന്മകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ യഥാസ്ഥാനപ്പെടട്ടെ. അങ്ങനെ ഒരു സീസണെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുമ്പം 3-4 കാര്യം ഞാൻ പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പോകാം. നിങ്ങൾ എൻ്റെ കൂടെ വരിക. 4 യാഥാർത്ഥ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന്. അതിൽ ആദ്യത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞ ശബ്ദം കേട്ടെ. ആമേൻ. ആദ്യത്തേത് ഇങ്ങനെ എൻ്റെ ഹൃദയത്തിനകത്തൊരു പോവാണ്. നിങ്ങളൊന്ന് വായിക്കണേ. യഥാസ്ഥാനത്താക്കുന്ന ഒരു കാലം വരും. ചേർന്ന് പറഞ്ഞ് 2026 ചിലത് യഥാസ്ഥാനത്താകും. 2026 ചിലത് യഥാസ്ഥാനത്താകും. ഇങ്ങനൊരു കാലം വരുമ്പോൾ കർത്താവ് അതിന് ആദ്യം ചെയ്യുന്നതെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. അടുത്ത പദം 22ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രവാചകനായിട്ട് എഴുന്നേൽക്കാൻ താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇന്നത്തെ സാക്ഷ്യങ്ങൾ എന്നെ അത് ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കുടുംബം, സഭയിൽ നിന്നൊരു കുടുംബം, ആമേൻ, ഹല്ലേലൂയ, വിഷയത്തിന് വേണ്ടി സാധാരണമാണ്. വിവാഹം കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് സാധാരണ സംഭവമാണ്. ആമേൻ. പക്ഷേ അതിനെ ഒന്നുകൂടെ ഗൗരവമായിട്ട് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൂതുകൾക്കകത്തൂടെ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്റ്റെഫിയിലൂടെ വന്ന ദൂത്, ആമേൻ, ജോയ്സ് ആന്റിയിലൂടെ വന്ന ദൂത്, ജീനയിലൂടെ, ആമേൻ, ഹല്ലേലൂയ, വന്ന പ്രവചന ശബ്ദം, ആമേൻ, ഇതെല്ലാം കണക്റ്റഡായി ഒരു കുടുംബത്തിൻ്റെ അകത്തേക്ക് പോകുകയാണ്. നിങ്ങൾ എത്രത്തോളം ആ ദൂതിനെ മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് സന്തുഷ്ടനാകുന്നത് ഇങ്ങനെയാണ്. കർത്താവ് പറയുക, ഈ ദിവസങ്ങൾ ദൈവം പറഞ്ഞത് ചിലത് യഥാസ്ഥാനത്താക്കാൻ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന്, സഭയാ കുടുംബത്തിന്റെ അകത്തു നിന്ന് ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. സ്തോത്രം. നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങളത് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങളത് മുഖസ്തുതിയായിട്ട് ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ശബ്ദം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്ത് നടക്കുന്ന സൺഡേ സ്കൂൾ ക്ലാസ്സിൽ നിന്ന് എൻ്റെ റൂമിനകത്തേക്ക് ഒരു ശബ്ദം വരികയാണ്. ആ ശബ്ദമാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഇതിൻ്റെ അകത്തു നിന്ന് ചില പ്രവാചകന്മാരെ ബാല്യകാലം മുതൽ എഴുന്നേൽപ്പിക്കാം, ശൈശവ പ്രായം മുതൽ എഴുന്നേൽപ്പിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ നിയോഗമുണ്ട്. നിങ്ങൾ എത്ര പേര് പറയുന്നു അടുത്ത ദിവസങ്ങൾ ചിലരെ ഇതിനകത്ത് ശക്തമായ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് നിയോഗമുണ്ട്? ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ജനിച്ച് ഇന്ന് ആലയത്തിൽ ആദ്യമായി വന്നിരിക്കുന്ന ജെറമയ മുതൽ, ആമേൻ, ഇതിനകത്ത് ഏറ്റവും പ്രായം കൂടിയ പ്രിയ അമ്മച്ചി വരെ ഇന്ന് പകലിന്റെ ശബ്ദം ഒരുപോലെ കേൾക്കുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്ന പകലായി മാറാൻ പോകുകയാണ്. ഇതിന്റെ അകത്തു നിന്ന് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ പദം അങ്ങനെയാണ്: നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്നെന്ന പോലെ, സഹോദരന്മാരിൽ നിന്ന്, സഭയ കുടുംബത്തിനകത്തു നിന്ന് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് നിയോഗമുണ്ടെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞ അപ്പാ ഞാൻ ആകണമേ എന്ന് പറയാൻ ഇന്ന് പകൽ തയ്യാറുള്ള ദൈവമക്കൾ കരമടിക്കുകയാണെങ്കിൽ നന്നായി കരമടിച്ച്
അമ്മമാർ എത്ര പേര് പറയും എന്റെ തലമുറയിൽ നിന്ന് ഒന്നിനെ അങ്ങനെ എഴുന്നേൽപ്പിക്കണമേ. ചിലരുടെ പ്രാർത്ഥനാ മുറികൾ, ഭവനത്തിന്റെ പ്രാർത്ഥനാ മുറികൾ ആലയത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന റൂമുകളാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് മകൾ ആത്മാവിൽ ഏറ്റെടുത്തു. ചിലരുടെ പ്രാർത്ഥനാ ലെവലുകളെ ദൈവം ട്വിസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ മുറി, നിന്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന ഇടം ആലയത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, സഭയ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു റൂമാക്കി ദൈവം മാറ്റാൻ പോകുകയാ. അതിന്റെ അകത്തു നിന്ന് പ്രവചന ദൂതുകൾ വെളിയിൽ വരാൻ പോകുകയാണ്. അതിന്റെ അകത്തു നിന്ന് പ്രവാചക ശബ്ദങ്ങൾ വെളിയിൽ വരാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിൽ ശ്രദ്ധേയമായ ഒരു ശബ്ദമാണല്ലോ യിരെമ്യാ അവനെ കുറിച്ച് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അത് തൊട്ടു. അവൻ ഇടുക്കിയിൽ പോയ സമയത്തും അത് പറഞ്ഞു. അവൻ ആരോടോ ദൂത് കൈമാറുമ്പോൾ ഒരു ശബ്ദം പറഞ്ഞതാണ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചേ. അവൻ കഥ പറയാ. ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ എന്ത് ചെയ്തു? അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ആമേൻ. അടുത്ത പദം, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ സഭയോട് ശുശ്രൂഷിക്കുന്നത്. സഭായോഗമാണെന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് അടുത്ത ലെവലിലേക്ക് ശുശ്രൂഷയിൽ ചിലതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ദൈവിക കൈമാറ്റം ആത്മാവിൽ സ്വീകരിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് അത് സ്വീകരിച്ചോ. ഇന്ന് പകൽ അപവാദം വിഷയമല്ല കുഞ്ഞെ, അപമാനം വിഷയമല്ല, ശൂന്യത വിഷയമല്ല. കർത്താവിന്റെ പറഞ്ഞതുപോലെ എല്ലാം ഇല്ല 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 എന്ന് പറയുമ്പോൾ ഇന്ന് പകൽ നീ ധൈര്യത്തോടെ പറ, ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. കാരണം എൻ്റെ ദൈവം എന്നെ ഉയർത്തുന്ന സീസൺ, എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുന്ന സീസൺ. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് പകൽ ചിലരെ പുറത്തു കൊണ്ടുവരികയോ. ആ പദം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങളുടെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രവാചകനെ പറഞ്ഞേ. അതെങ്ങനെ എഴുതിയിരിക്കുന്നേ? ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറ, ധൈര്യത്തോടെ പറ, ശബ്ദം ഉയർത്തി പറ. അപ്പൊ ഈ പ്രവാചകൻ എന്നാ ചെയ്യുക? എഴുന്നേക്കാതിരിക്കുക. പ്രവാചകനായി അഭിഷേകം ചെയ്തു തരുമെന്നല്ല പറഞ്ഞേ. ഓ, ഇന്നലകളിൽ ശുശ്രൂഷ കൈമാറിയ, പ്രവചന ദൂതുകൾ കൈമാറിയ, ഇന്നലകളിൽ ദൈവിക നിയോഗങ്ങൾ ഏറ്റെടുത്ത ചിലര് എഴുന്നേക്കാതെ മടി പിടിച്ച് കസേരയുടെ കംഫോർട്ടിനകത്തിരിക്കുമ്പോ ഇന്ന് പകൽ പരിശുദ്ധന്മാർ പറയാ, നിനക്ക് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഇത് നിന്റെ സീസണാണ്. ശുശ്രൂഷയുള്ള ദൈവമക്കൾ എത്ര പേര് പറയൂ, നിന്റെ ഒതുങ്ങിയിരുന്ന സീസൺ കഴിഞ്ഞു. ഞാനത് വിശ്വസിക്കുക, ഞാനത് വിശ്വസിക്കുക. മറഞ്ഞിരുന്ന സീസൺ കഴിഞ്ഞു. ചിലതിനെ പ്രവാചകന്മാരും പ്രവാചകിമാരും ദൈവശബ്ദം കേട്ട് എഴുന്നേക്കാൻ റെഡിയാകണം. സീസൺ ഒരിക്കൽ കൂടെ പാസ്റ്റർ പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇല്ലായ്മയുടെ സീസൺ ആയിരിക്കും. നമ്മൾ പറയുന്നത് എല്ലാം ഉണ്ടായിട്ട് എഴുന്നേക്കാന്നാ. ഹലോ അല്ലേ? എല്ലാം പറഞ്ഞേ. കർത്താവ് പറയാ, ഇന്ന് എഴുന്നേൽക്കേണ്ട സമയമാണ്. ഉണ്ടോ ഇല്ലയോ എന്നല്ല, എഴുന്നേൽക്കേണ്ട സമയമാണ്. ചേർന്ന് ആമേൻ പറയാമോ? ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ എഴുന്നേൽപ്പിച്ചു തരും. ഇനി അന്നേരം സംഭവിക്കുന്നതെന്നാ? വായിച്ചു. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. എന്റെ പൊന്നു ദൈവമക്കളെ, നമ്മളെ ദൈവം പ്രവാചക ശബ്ദമാക്കി നിർത്തുന്നെങ്കിൽ കേൾക്കാൻ ഒരു കൂട്ടത്തെ ദൈവമാക്കി വെച്ചിരിക്കും. മുൻപേ പറയാ, പ്രവചിച്ചില്ല, പ്രവാചകൻ എഴുന്നേറ്റില്ല, പ്രവാചകനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ പ്രവാചകൻ വരുന്നതിന് മുൻപ് ഒരു ശബ്ദം പറയാ, ഈ മകൻ വരും, ഈ പ്രവാചകൻ വരും.
ഞാൻ എഴുന്നേൽപ്പിക്കുന്നവൻ നിന്റെ സഹോദരന്മാരിൽ എന്ന പോലെ എഴുന്നേൽക്കൂ. അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നത് എന്തു ചെയ്യണം? നിങ്ങൾ അവൻ സംസാരിക്കുന്ന സകലത്തിലും അവന്റെ വാക്കു കേൾക്കണം. ആമേൻ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുക, ആമേൻ, നമ്മുടെ വാക്കു കേൾക്കാൻ, നമ്മുടെ ശുശ്രൂഷ അനുഭവിക്കാൻ ചിലരെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ മരുഭൂമിയിലായിരിക്കും, ഒരു പക്ഷേ ആമേൻ സരഫത്തിലായിരിക്കും, ഒരു പക്ഷേ ആമേൻ വിജനമായ ഇടങ്ങളിലായിരിക്കും, ഒരു പക്ഷേ ദാരിദ്ര്യത്തിനകത്തായിരിക്കും. പക്ഷെ ഇന്ന് പകൽ നീ ഒരു ശബ്ദമായി നിൽക്കുന്നെങ്കിൽ, ദൈവ ശബ്ദമായി നീ നിൽക്കുന്നെങ്കിൽ, ദൈവ ശബ്ദമായ നിന്റെ അകത്ത് ഇന്ന് പകൽ അത്ഭുതങ്ങളെ ചെയ്യാൻ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കുക. ഇന്ന് പകൽ ഞാൻ ആരോടോ പറയുന്നു, നിന്റെ നാവ് എന്നുള്ളത് ഇന്ന് പകൽ മാറുക. നിന്റെ നാവ് ദൈവത്തിന്റെ നാവായി മാറാൻ പോകുക. നിന്റെ നാവ് ദൈവത്തിന്റെ നാവായി മാറാൻ പോകുക. എത്ര പേർ ആത്മാർത്ഥമായിട്ട് പറയൂ, ഈ പകൽക്കാലം നിന്റെ നാവിന്റെ സ്ഥിതി മാറാൻ പോകുകയാണ്. ഈ പകൽക്കാലം നിന്റെ നാവിന്റെ അവസ്ഥ മാറാൻ പോകുകയാണ്. ഈ പകൽക്കാലം ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ശക്തമായി ജ്വലിക്കാൻ പോകുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ആത്മാവിൽ പറയുന്നു, ഈ ദിവസങ്ങൾ ചിലരുടെ ശബ്ദം മാറാൻ പോകുകയോ. നിന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകാൻ പോകുകയോ. ഇനി അടുത്ത ശബ്ദം കേട്ടോണേ, അടുത്ത ശബ്ദം കേട്ടോണേ, അതിന്റെ ഗൗരവം കേട്ടോണേ. വായിച്ചു പെട്ടെന്ന്. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും. ഉണ്ടോ? നമ്മൾ പറയാ ആ കൊച്ചു കുഞ്ഞല്ലേ പറഞ്ഞേ, ആ കൊച്ചു കുഞ്ഞല്ലേ. ആ ആള പക്ഷെ കർത്താവ് പറയാ, ദൈവം നിയോഗിച്ചാക്കുന്ന ചില പ്രവാചകന്മാർ ഈ ദിവസങ്ങൾ പറയുന്നത് കേൾക്കാത്ത ജനത്തിൻ്റെ അകത്തു നിന്ന് ആമേൻ ചില ചേതനപ്പെടുന്ന മേഖലകൾ വെളിപ്പെട്ടു വരും. ഇത് ശാപമാണോ? അല്ലല്ല, ഇത് കർത്താവിൻ്റെ ശബ്ദമാണ്. ചേർന്നൊരാമേൻ പറയാമോ? ഇന്ന് പകൽ പക്ഷെ നമ്മുടെ ധൈര്യം ഇതാണ്, ആമേൻ, നമ്മളോട് ചിലത് ദൈവം പറയിപ്പിക്കുക. എൻ്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ യഥാസ്ഥാനത്തിന്റെ കാലത്ത് പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. സകല ജനവും അവന്റെ വാക്ക് കേൾക്കുന്ന ഒരു കാലം വരും. ഇന്നലകളിൽ നിന്റെ വാക്കിന് വില കൊടുക്കാതിരുന്ന, ഇന്നലകളിൽ നിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാതിരുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോകുകയാ. നിങ്ങൾ യോസഫിന്റെ ചരിത്രത്തെ നോക്കൂ, നിങ്ങൾ പത്രോസിന്റെ പുതിയ നിയമ ശുശ്രൂഷയെ നോക്കൂ. ഒരു സമയത്ത് ചെവി കൊടുക്കാത്തവരെ പിന്നത്തേതിൽ ചെവി കൊടുത്ത് ദൈവിക പദ്ധതികളുടെ വാഗ്ദത്തങ്ങളുടെ അടയാളമാക്കി സ്വർഗത്തിലെ ദൈവം പരസ്യമാക്കി നിർത്തിയതുപോലെ ഈ പകലിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ശബ്ദത്തിനു വില വരാൻ പോകുകയോ. നിന്റെ ശബ്ദത്തിന് വില വരാൻ പോകുകയാ. ആരോടോ ഞാൻ പറയുന്നു, നിന്റെ ശബ്ദത്തിന് വില വരാൻ പോകുകയാ. നിന്റെ ശബ്ദത്തിന് വില വരാൻ പോകുകയാ. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, ഈ ദിവസങ്ങൾ ചിലരുടെ നാവുകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം നീ പറയുന്നത് പോലെ സംഭവിക്കും, നീ പറയുന്നത് പോലെ സംഭവിക്കും, നീ പറയുന്നത് പോലെ സംഭവിക്കും, നീ പറയുന്നത് പോലെ സംഭവിക്കും. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ, നീ പറയുന്നത് കേൾക്കുന്ന ഒരു ജനം. ചേർന്നൊരാമേൻ പറയാമോ? നീ പറയുന്നത് കേൾക്കും. പക്ഷെ പറയണം. നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്ത് ചെയ്യും? പറഞ്ഞേ കേൾക്കും. ആമേൻ, ഹല്ലേലൂയ. അടുത്തത് പറഞ്ഞു, കേൾക്കാത്ത ജനത്തിൻ്റെ ഇടയിൽ. അപ്പൊ എന്നാ സംഭവിക്കും? പ്രവാചകനെ കുറിച്ച് ഒരു ഭയമുണ്ടാവും. പ്രവാചകനെ കുറിച്ച് ഈ പകലിൽ ഞാൻ ആരോടോ പ്രവചിക്കുന്നു, നിന്റെ അരികിൽ ജനമടുക്കാൻ ഭയപ്പെടത്തക്ക നിലയിൽ ദൈവാത്മാവിന്റെ ഒരു പകർച്ച നിന്റെ മേൽ സംഭവിക്കാൻ പോവുക. അങ്ങനൊരു ശക്തി നീ തൊട്ടാൽ, നീ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത്
അത്ഭുതങ്ങൾ നടക്കുന്ന നിലയിൽ. ഓ പോരല്ലോ പോരല്ലോ പോരല്ലോ. അധികാരികൾ ഭയപ്പെടുന്നൊരു പ്രവചന ശബ്ദമായി ഇതിൻ്റെ അകത്ത് ചിലരുടെ നാവിനെ ദൈവം തൊടാൻ പോവുകയാണ്. അധികാരമേഖലകളിൽ അങ്ങനൊരു കൈമാറ്റം. പത്രോസ് ഒരു ശബ്ദം പറയുമ്പോൾ അത് ലാഘവത്തോടെ കേൾക്കുന്ന ഒരു സീസൺ ഉണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്നത് ലാഘവത്തോടെ കാണുന്ന ഒരു സീസൺ ഉണ്ട്. പക്ഷേ അനന്യാസ് മുന്നിൽ വന്ന് മരിച്ചു വീണു, സഫീറ മുന്നിൽ വന്ന് മരിച്ചു വീണു. ഇതിനു ശേഷം പത്രോസ് പറയുന്നതിനെ കേട്ട് ഭയപ്പെടുന്ന അടുത്തൊരു സീസൺ വെളിപ്പെട്ടു വന്നു. യെസ് ഓർ നോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഇന്നലെ വരെ പത്രോസ് പറയുന്നത് പോലെയല്ല. ആമേൻ ഹല്ലേലൂയ. അനന്യാസിന്റെയും സഫീറയുടെയും ഫ്യൂണറൽ കഴിഞ്ഞ് വന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ ജനം പത്രോസിന്റെ വാക്കുകൾ കേൾക്കുന്നത്. ആമേൻ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇന്നലെ വരെ ലാഘവത്തോടെ അത് കണ്ടിരിക്കുക. പക്ഷെ ഇപ്പം മനസ്സിലായി ഇദ്ദേഹം പറയുന്നതിൻ്റെ അകത്ത് എന്തോ ഭയങ്കര ഒരു ശക്തിയുണ്ട്. ഞാൻ ആരോടോ ആത്മാവിൽ പ്രവചിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ നിന്റെ നാവിന്റെ മേൽ നിന്ന് വെളിയിൽ വരുന്ന വാക്കുകൾക്ക് ഒരു അസാധാരണ ശക്തി. ഇത് കേട്ട് ജനം ഭയപ്പെടും. ഇത് കേട്ട് ജനം, ഞാനത് വിശ്വസിക്കുക. അടുത്തൊരു സമയം കർത്താവ് നമ്മുടെ മേൽ അങ്ങനൊരു ശുശ്രൂഷ കൈമാറുക. ജനത്തെ ഭയപ്പെടുത്താനല്ല, ജനത്തെ ഭയപ്പെടുത്തി നമ്മളെന്തോ ഹീറോ ആകാനല്ല. അവൻ ദൈവപ്രവൃത്തിയുടെ മഹത്വത്തിന് വേണ്ടി നടക്കാൻ പോകുന്ന ചിലത് പറയുമ്പോൾ, നടക്കാൻ പോകുന്ന ചിലത് ഇടപെടുമ്പോൾ ആമേൻ ഹല്ലേലൂയ ജനത്തിൻ്റെ അകത്ത് ഭയമുണ്ടാകത്തക്കവണ്ണോ ആമേൻ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. ആമേൻ. നിങ്ങൾ എത്ര പേർ ചേർന്ന് ഒരു ആമേൻ പറയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കേ, ശ്രദ്ധിക്കുക. ആമേൻ. അപ്പോൾ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കും. സകല ജനവും വാക്ക് കേൾക്കുന്ന ഒരു കാലം വരും. പ്രവചന ശബ്ദത്തെ കേൾക്കാത്ത ജനത്തിൻ്റെ നാശം വെളിപ്പെട്ടു വരും. അടുത്തൊരു കാര്യം കൂടെ 23-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച് പെട്ടെന്ന്. ഓക്കെ, 24-ാമത്തെ വാക്യം. സോറി, 24-ാമത്തെ ശമൂവേൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. അടുത്തൊരു സീസൺ വരികയാണ്. നിങ്ങൾ എത്ര മാതാപിതാക്കൾ ഇത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ രാവിലെ പരിശുദ്ധാത്മാവിനോട് ഇത് ഇടപെട്ടപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, സഭയ മക്കൾക്ക് വേണ്ടി, എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല വംശങ്ങളും, ഈ ഭൂമിയിലുള്ള സകല വംശങ്ങളും, അടുത്ത പദം നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. ഞാൻ കേട്ട വാക്ക് അവിടെ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് പറയാം. ഉലകത്തിലുള്ള സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. ഞാൻ കേട്ട പ്രവചന ശബ്ദം കൈമാറുന്നു. ലോകത്തിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെങ്കിൽ വേറെ ഭൂഖണ്ഡങ്ങളിലുള്ള, വേറെ രാജ്യങ്ങളിലുള്ള, വേറെ സംസ്ഥാനങ്ങളിലുള്ള ജനത്തിന് എൻ്റെ സന്തതി അനുഗ്രഹമാകണമെങ്കിൽ ഒന്നെങ്കിൽ ആ രാജ്യങ്ങൾ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ എൻ്റെ സന്തതികൾ അങ്ങോട്ട് ചെല്ലണം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, തളർന്നു കിടക്കുന്ന സന്തതികൾ എഴുന്നേൽക്കുന്ന സീസൺ. ഭൂമിയിലെ, കേരളത്തിലെ അല്ല, പത്തനംതിട്ട ജില്ലയിലെ അല്ല, ഇന്ത്യയിലെ അല്ല, ഹലോ ആമേൻ ഹല്ലേലൂയ, ഭൂമിയിലെ എല്ലാ വൻകരകളിലെയും സകല വംശങ്ങള് നിന്റെ ഉദരത്തിൽ നിന്ന് വന്ന സന്തതിയാ അനുഗ്രഹിക്കപ്പെടുമെന്ന് ചലിക്കുന്നു. ചില ഉദരങ്ങൾ ബലപ്പെടുന്നു. ഇന്ന് പകൽ ഉടമല റബൽ ഘടകമന, അങ്ങനൊരു തലമുറ, അങ്ങനൊരു തലമുറ, അങ്ങനൊരു തലമുറ. ഓ
അങ്ങനൊരു തലമുറ, അങ്ങനൊരു സീസൺ അവസാനപ്പെടുക. എവിടൊക്കെയോ നിസാര കാര്യത്തിന്, എവിടൊക്കെയോ ചെറിയ വിഷയത്തിന് മുമ്പിൽ തലമുറയുടെ ഭാവിയെ ഒതുക്കി വെച്ച സമസ്ത മേഖലകളെയോ പൊട്ടിച്ച് ആത്മാവിൽ പുറത്തു കൊണ്ടുവരുന്ന ഒരത്യന്ത ശക്തിയുടെ അഭിഷേകം തൊടുന്നു. റബല ജഗൽ ഘടക. യെസ്, ഇന്ന് പകൽ വാഗ്ദത്ത യാത്രയുടെ നടുവിൽ അർദ്ധപ്രാണനാക്കി ഒരുവനെ ഇടുന്നത് പോലെ, ആമേൻ ഹല്ലേലൂയ, ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ മുറിവേറ്റു, നഗ്നനായി, അർദ്ധപ്രാണനായി, കരുതിയത് നഷ്ടപ്പെട്ടു, ആരുമില്ലാത്ത മരുഭൂമിയിൽ ഏകനായി കിടക്കുന്നു. പക്ഷെ പിശാചേ, നീ അറിഞ്ഞില്ല, ലേവ്യന്റെ പുറകെ, പുരോഹിതന്റെ പുറകെ അടുത്തൊരുവൻ വരുന്നുണ്ട്. ആ വരുന്നവൻ നിന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കൂ. എന്തൊക്കെ നഷ്ടമായോ അതൊക്കെ മടക്കി കൊണ്ടു. ഞാൻ കാണുന്നു അടുത്ത പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു. ഞാൻ കാണുന്നു അടുത്ത ശുശ്രൂഷകർ എഴുന്നേൽക്കുന്നു. ഞാൻ കാണുന്നു അടുത്തൊരു സീസൺ. എത്ര പേർ ആത്മാർത്ഥമായിട്ട് പറയും? അടുത്തൊരു തലമുറ എഴുന്നേൽക്കാൻ പോകുകയാ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അടുത്ത അല്പസമയങ്ങൾ ഞാൻ നിങ്ങളുടെ വളരെ ശ്രദ്ധയേറിയ സമയത്തെ, നിങ്ങളുടെ ഹാർട്ടിനെ എനിക്ക് വേണോ, നിങ്ങളുടെ ശരീരം എനിക്ക് വേണ്ട, നിങ്ങളുടെ ഹാർട്ട് എനിക്ക് വേണോ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്ന മൈൻഡിൽ നിന്നൊന്ന് മാറി ഇന്ന് പകൽ ഈ ശബ്ദങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ശബ്ദത്തിലേക്ക് അടുത്ത ചില തലമുറകൾ ആത്മാവിൽ എഴുന്നേൽക്കുന്ന ഒരു സീസൺ ഞാൻ ആത്മമണ്ഡലത്തിൽ കാണുന്നു. ഇന്ന് പകൽ എത്ര പേര് പറയൂ, എന്റെ തലമുറ എഴുന്നേൽക്കുന്ന സീസണാണ്, എന്റെ തലമുറ എഴുന്നേൽക്കുന്ന സീസൺ. ആ തലമുറയുടെ പ്രത്യേകത പറയുന്നു. ആമേൻ ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. എനിക്കിത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടമാണ്, കാരണം എങ്കിലേ നമുക്ക് ആ ദൂതിന്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്നാമത്തെ പദം നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവം പറയാണ്, ആമേൻ, എന്ന് ദൈവം അരുളി ചെയ്ത, ആമേൻ, അബ്രഹാമിനോട് അരുളി ചെയ്ത, നിങ്ങളുടെ പിതാക്കന്മാരോട് നിയമം ചെയ്ത പ്രവാചകന്മാരുടെ മക്കളാണ്. അതിന്റെ അർത്ഥം അരുളപ്പാടിന്റെ തലമുറ, നിയമത്തിന്റെ തലമുറ, അതിന്റെ അർത്ഥം വാഗ്ദത്ത തലമുറ, അരുളപ്പാടിന്റെ തലമുറ, നിയമത്തിന്റെ തലമുറ, വാഗ്ദത്തത്തിന്റെ തലമുറ. കർത്താവ് പറയുക, അങ്ങനൊരു തലമുറ ഇതിനകത്തു നിന്ന് എഴുന്നേൽപ്പിക്കും. പറയുക, ആ നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. ഇതിനകത്ത് ചിലരെ നോക്കി ഞാൻ പറയുന്നു, ഈ പദം പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുമോ എനിക്ക് അറിയത്തില്ല, പക്ഷെ സാരമില്ല. എന്തായാലും പരിശുദ്ധാത്മ നിയോഗത്തിനകത്ത് ചില അമ്മമാരുടെ ഉദരത്തിൽ നിന്ന് ശാപം പറഞ്ഞ ചില തലമുറകൾ അഭിഷേകത്തെ ചുമക്കുന്ന തലമുറകളായി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ആരൊക്കെയോ നശിച്ചു എന്ന് പറഞ്ഞ്, ആരൊക്കെയോ മോശമെന്ന് പറഞ്ഞ്, എവിടൊക്കെയോ ശത്രു പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില തലമുറകൾ, ചില പ്രവാചകന്മാർ. ഇവിടെ ഞാൻ കേട്ട ഒരു തിരുത്ത് ഞാൻ പറയാം. വചനം തിരുത്തുകയല്ല, ദൂതിന് ഞാൻ കേട്ട കൺഫർമേഷൻ പറയാം. ഞാൻ അതിങ്ങനെ വായിക്കാം. എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെ പ്രവാചകന്മാരായ മക്കൾ നിങ്ങൾ തന്നെ. പ്രവാചകന്മാരായ മക്കൾ നിങ്ങൾ തന്നെ. ആമേൻ. ഇന്ന് പകൽ ഇതിനകത്ത് എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിൽ എനിക്കൊരു ഉറപ്പുണ്ട്, അടുത്തൊരു ലെവലിലേക്ക് ചില തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കും. അടുത്തൊരു ലെവലിലേക്ക് ചില തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കും. ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളുടെയും അകത്ത് ഒരു അസാധാരണമായ അഭിഷേകത്തിന്റെ അടുത്തൊരു ലെവല് എന്റെ പരിശുദ്ധാത്മാവ് കൈമാറും.
ലേബറ ശാന്തരാധനാദിയാണ്. ഇനി അടുത്തതാണ് അതിലെ എന്താ പറയേണ്ടത്, ഭയങ്കര ത്രില്ലായൊരു വാക്ക് വായിക്കാമോ? പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. അടുത്തത്, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഹലോ അങ്ങനെ പോകാതെ മോനെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ പിതാവായ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവരെ അയച്ചിരിക്കുന്നു. ഹലോ, ഇതിനകത്ത് ദൂത് ഞാൻ പറയാം, സമയം പോകുന്നതുകൊണ്ട്. പിതാവ് യേശുവിനെ അയച്ചതുപോലെ ഈ സഭ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ചില പ്രവാചകന്മാരെ അയക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആദ്യമേ അടയാളം, പിതാവ് ആരെ അയച്ചു? എന്തിനാ അയച്ചേ? പാപങ്ങളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നും ജനത്തെ വിടുവിക്കേണ്ടതിന് ദൈവം പുത്രനായ യേശുവിനെ എന്ത് ചെയ്തു? അയച്ചു. ഇന്ന് പകൽ ഞാൻ പറയുന്നു ആത്മാവിൽ, പിതാവ് പുത്രനായ യേശുവിനെ അയച്ചതുപോലെ ഈ 2026 ദൈവത്താൽ കർത്താവ് ചിലരെ ഇതിനകത്തുനിന്ന് അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഞാൻ അത് ഇങ്ങനെ തന്നെ പറയും, യേശുവിന്റെ മേൽ പകർന്ന അതേ ആത്മാവിൽ, യേശുവിന്റെ മേൽ പകർന്ന അതേ ശുശ്രൂഷയിൽ, യേശുവിന്റെ മേൽ പകർന്ന അതേ അഭിഷേകത്തിൽ, യേശുവിന്റെ മേൽ പകർന്ന അതേ ധൈര്യത്തിൽ, യേശുവിന്റെ മേൽ പകർന്ന അതേ അനുഭവത്തിൽ ഈ ദിവസങ്ങൾ ഇതിനകത്തു നിന്ന് ചില തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. പോരാ പോരാ പോരാ. ഇവിടെ ഞാൻ കേട്ടൊരു ദൈവശബ്ദം പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ആമേൻ, ഹല്ലേലൂയ. വേറൊരു ലെവൽ അത് പോകരുത്. അടുത്ത ദിവസങ്ങൾ ചില അമ്മമാരുടെ ഉദരങ്ങളിൽ കൈവച്ച് അവര് തന്നെ പറയൂ, ഞാനൊരു ഭാഗ്യവതിയാണ്. കേട്ടില്ലല്ലോ. അവൻ ചില അമ്മമാർ അവരുടെ ഉദരങ്ങളിൽ കൈവച്ച് പറയൂ, ഞാനൊരു ഭാഗ്യവതിയാ. എന്താ കാരണം? ഇതിൻ്റെ അകത്തു നിന്ന് ഒരു യോഹന്നാനെ ദൈവം പുറത്തെടുത്തു, ഇതിൻ്റെ അകത്തു നിന്ന് ഒരു പത്രോസിനെ ദൈവം പുറത്തെടുത്തു, ഇതിൻ്റെ അകത്തു നിന്ന് ദൈവം ചില ദൈവിക വാഗ്ദത്തങ്ങളുടെ തലമുറകളെ പുറത്തെടുത്തു. ഇന്ന് പകൽ നിങ്ങളുടെ തലമുറകളുടെ പേര് പറഞ്ഞ് ധൈര്യത്തോടെ ഇത് പറയാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്തു ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്തിട്ട് പറയുക, പിതാവ് പുത്രനായ യേശുവിനെ അഭിഷേകത്തിൽ നിറച്ച് അയച്ചതുപോലെ ഇന്ന് പകൽ ദൈവത്താൽ ചിലർ അയക്കപ്പെടാൻ പോകുകയോ. ജീസസ്, താങ്ക് യു ലോർഡ്. ഇതിന് ഏറ്റവും വലിയ അനുഭവം എന്നാന്ന് ചോദിച്ചാൽ, ലോകം നിന്ദിക്കണം, ലോകം സമൂഹം പഴിക്കണം, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തണം. ഇതിൻ്റെ നടുവിൽ നാളെ അടുത്തൊരു തലമുറ എഴുന്നേറ്റിട്ട് പറയും, ഇന്നലെ നീ നിന്ദിച്ച, ഇന്നലെ നീ പഴിച്ച. സ്തോത്രം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം കഥാദാസം പാസ്റ്റർ രവിമണി ബാംഗ്ലൂരിൻ്റെ മാതാവിൻ്റെ ഫ്യൂണറൽ സർവീസിന് പെട്ടെന്ന് ഒന്ന് പോകേണ്ടി വന്നു. പിന്നെ പോയി അതുപോലെ തന്നെ തിരിച്ചു പോന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ മാതാവിൻ്റെ ജീവിത അനുഭവം. അവർ ഒരു ചെറിയ ബുക്ക്ലെറ്റ് പോലെ അവിടെ വന്ന് എല്ലാവരുടെ മുമ്പിൽ അത് പ്രിൻ്റ് ചെയ്ത് കൊടുത്തു. അതിനകത്ത് ആ കൊച്ചുമക്കൾ പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്ന് ഞാനൊരു കാര്യം, ഞാൻ ആ സ്റ്റേജിലിരുന്ന് അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി. ആമേൻ, ഹല്ലേലൂയ. കാരണം ആ കൊച്ചുമക്കളൊക്കെ പറഞ്ഞ സാക്ഷ്യം പറയാം, അമ്മച്ചിക്ക് എഴുതാൻ അറിയത്തില്ല, അമ്മച്ചിക്ക് വായിക്കാൻ അറിയത്തില്ല, എഴുത്തും വായനയും അറിയാൻ വയ്യാത്തൊരമ്മയാണ്. പക്ഷെ ഒന്നറിയായിരുന്നു, പ്രാർത്ഥിക്കാൻ. വീണ്ടും പറഞ്ഞു, രവി പാസ്റ്റർ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എഴുത്തും വായനയും അറിയത്തില്ല. എന്നിട്ട് അതിനകത്ത് ഒരു കൂട്ടം ദൈവദാസന്മാരുടെ ലിസ്റ്റ് എഴുതി. ഈ ദൈവദാസന്മാരുടെ കൂടെ ഒരു മിഷണറിയായി ഒത്തിരിയിടങ്ങളിൽ എൻ്റെ അമ്മ പോയിട്ടുണ്ട്. എഴുത്തറിയത്തില്ല, വായന അറിയത്തില്ല. അടുത്ത പാസ്റ്റർ രവി ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടെ പറഞ്ഞു. അത് മറ്റുള്ള ഒത്തിരി ദൈവദാസന്മാർ അനുശോചനം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്.
ഈ അമ്മച്ചിയാണ് യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞേ. ഈ അമ്മച്ചിയാണ് യേശുവിൻ്റെ സ്നേഹം എന്നോട് കൈമാറിയത്. അവരിന്ന് വലിയ ശുശ്രൂഷകരാ ബാംഗ്ലൂരിലെ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ അമ്മച്ചിയാണ് ഒന്നുമില്ലാത്ത സമയത്ത് എന്നോട് പ്രവചിച്ച് പറഞ്ഞത് എൻ്റെ മേൽ ദൈവത്തിൻ്റെ നിയോഗമുണ്ടെന്ന്. മക്കളെ, എഴുത്തറിയത്തില്ല, വായന അറിയത്തില്ല, പക്ഷെ കൊച്ചുമക്കൾ പറയുക, രാവിലെ 3 മണിന്നൊരു സമയമുണ്ടെങ്കിൽ അമ്മച്ചി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കും. യെസ്, അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നല്ലേ മോനെ, ഇഞ്ഞു വാ. ഈ മോൻ്റെ വല്യമ്മച്ചിയുടെ ഫ്യൂണറിൽ ഞാൻ കൂടിയതാ. അമ്മച്ചിയായിട്ട് എനിക്ക് വലിയ പരിചയമില്ല, പക്ഷേ അവിടെയും ഞാൻ ഇത് തന്നെ കേട്ടു. കൊച്ചുമക്കൾ പലരും, ഒരാളല്ല, ഒത്തിരി പേര് പറഞ്ഞു, ആ അമ്മച്ചി, ആമേൻ ഹല്ലേലൂയ, രാവിലെ, അതും എനിക്കൊന്ന് 3 മണിയാന്ന് തോന്നുന്നു. യാ, കറക്റ്റ്. ഈ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ എല്ലാം ഒരു ടൈം അതാന്ന് തോന്നുന്നു കേട്ടോ. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്തു നിന്ന് ദൈവം ചില ദൈവശബ്ദമായി, ചില ദൈവിക നാവായി ചിലരെ ആത്മാവിൽ ഇതിനകത്ത് ചലിപ്പിക്കാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, ചില തലമുറകൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. എത്ര പേരെന്നോട് ചേർന്നതിനൊരു ആമേൻ പറയും. എല്ലാ കണ്ണുകളും അടയ്ക്കുക, എല്ലാ കണ്ണുകളും അടയ്ക്കുക. ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്യുകയാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പകൽ ക്ലോസ് ചെയ്യുകയാണ്. അവൻ ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ക്ലോസ് ചെയ്യുകയാണ്. പക്ഷേ ഈ പകലിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ചില വലിയ പദ്ധതികൾ ഇതിനകത്ത് നടക്കാൻ പോകുകയാണ്. എന്നോട് ചേർന്ന് എത്ര പേര് പറയും, കർത്താവിൻ്റെ കരം എന്നെ തൊടും, നമ്മുടെ മക്കളെ തൊടും. സ്വർഗീയ പിതാവേ, ഈ ദൂതുമായി ഞങ്ങൾ വീണ്ടും നിൽപ്പാൻ കൃപ തരണമേ. ഇതിൻ്റെ നിയോഗങ്ങൾ ഞങ്ങളുടെ മേൽ ആത്മാവിൽ കൈമാറണമേ. ചില അമ്മമാരുടെ പ്രാർത്ഥനകൾ വൃഥാവാകുന്നില്ല, ചില പിതാക്കന്മാരുടെ ഇടിവിൽ നിൽപ്പുകൾ വൃഥാവാകുന്നില്ല. അടുത്തൊരു പ്രവചന കൂട്ടം എഴുന്നേൽക്കാൻ പോകുകയാണ്. സഭയുടെ കർത്താവേ, ആത്മീയത വൃഥാവാകാൻ പോകുന്നില്ല. ഇതിനകത്ത് നിന്ന് അടുത്തൊരു കൂട്ടം എഴുന്നേൽക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ കിഡ്സ് ചർച്ചിൽ നിന്ന്, ഞങ്ങളുടെ യൂത്ത് ഡിസൈപ്പിൾസിൽ നിന്ന് ഒരു വലിയ കൂട്ടം ഈ ദിവസങ്ങൾ ആത്മാവിൽ എഴുന്നേറ്റ് വരട്ടെ. എൻ്റെ ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ.